പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നിന്റെ ദൈവമായ യഹോവയാണ് കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പ എണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരപ്പം ഇല്ലെന്ന് പറഞ്ഞു. എനിക്ക് ആകെ കൂടെ എന്താ ഉള്ളത്? എനിക്കൊന്നുമില്ല. ഒരു പിടി മാവ്, ഒരു പിടി എണ്ണ, ഒരല്പ എണ്ണ. എന്നിട്ട് ഈ ഉപദേശി വിടത്തില്ല. ഉപദേശി പറയുക, ശരി ശരി, നീ പൊക്കോ, പോയി നീ പറഞ്ഞ പോലെ ചെയ്തോ, ഒരുക്കിക്കോ, നീ നിന്റെ മകന് വേണ്ടി ഒരുക്കിക്കോ. എന്നിട്ട് എന്ത് ചെയ്തു? നീ അതില്ല ഒരു ചെറിയ ആദ്യം ഉണ്ടാക്കുന്ന നീ കൊണ്ടുപോരണം കേട്ടോ. ഇത് വല്ലാത്ത ഉപദേശിയാ രാവിലെ വന്ന് കയറിയേക്കുന്നു. ആകെ കൂടെ ഉള്ള കാര്യം പറഞ്ഞു. ഒരല്പമേ ഉള്ളൂ, അല്പമേ എണ്ണയേ ഉള്ളൂ, അല്പമേ ഉള്ളൂ, 2 പറയേ ഉള്ളൂ, ഞാൻ അധികം കത്തിക്കുന്നൊന്നുമില്ല, ഉള്ളത് ഇതാ, ഞങ്ങളുടെ ലക്ഷ്യം ഇതാന്ന് പറഞ്ഞു കൊടുത്തിട്ടും വെള്ളം കൊണ്ട് കൊടുക്കാമെന്ന് വെച്ചാൽ പറയുക, നീ പറഞ്ഞ പോലൊക്കെ ചെയ്തോ, നീ നിന്റെ മകന് വേണ്ടി അപ്പമൊക്കെ ഉണ്ടാക്കിക്കോ, പക്ഷേ അതിന്റെ ആദ്യത്തെ എനിക്കിങ്ങ് തരണം. ഞാൻ ഇതിനകത്ത് വലിയൊരു കാര്യം കണ്ടുപിടിച്ചേ. ഈ രാജാക്കന്മാരുടെ 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൽ ഒരു വിധവ പറയുന്നുണ്ട്. ആ വിധവയോട് രാജാക്കന്മാരുടെ 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വിധവയോട് ദൈവം ചോദിച്ചു, നിനക്ക് വീട്ടിൽ എന്തോ ഉണ്ട്? എലീശാ പ്രവാചകനാ ചോദിച്ചു, നിനക്ക് വീട്ടിൽ എന്തോ ഉണ്ട്? ഉടനെ പറഞ്ഞു, ഒരു ഭരണി എണ്ണ, നിറഞ്ഞ ഭരണി എണ്ണയുണ്ടെന്ന് പറഞ്ഞു. ഇവളോട് ചോദിച്ചവൻ പറയുക, ഒരു പിടി, എനിക്കൊന്നുമില്ല, ഇല്ല, എനിക്ക് അപ്പവുമില്ല, മാവുമില്ല, എണ്ണയുമില്ല, വിറകുമില്ല, ഇല്ല. നമ്മുടെയൊക്കെ സ്വഭാവമായി ഈ വിധവയ്ക്ക്. കാരണം ഉണ്ടെന്ന് പറഞ്ഞ് പുള്ളി വല്ലതും ഇപ്പോഴത്തെ ഭയങ്കരനാ. വെള്ളം തരാമോന്ന് ചോദിച്ചു, അത് കഴിയുമ്പോൾ അട തരണമെന്ന് പറഞ്ഞു. ഇനി വല്ല ഉണ്ടെന്ന് പറഞ്ഞാൽ 2 വീടുണ്ടെന്ന് പറഞ്ഞാൽ മറ്റേ വീടിങ് എഴുതി തരാൻ ആദ്യമേ പറയും. ബാങ്ക് ബാലൻസ് ഉണ്ടെന്നൊക്കെ വെച്ചാൽ ഇല്ലെന്ന് പറയാം, ജോലിയൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞേക്കാം. അപ്പൊ പിന്നെ പാസ് പിന്നെ ഒന്നും ചോദിക്കത്തില്ലല്ലോ. ഓക്കെ, അപ്പം ജോലിയൊന്നും ഇല്ല പാസ്റ്ററെ, ഒന്ന് പ്രാർത്ഥിക്കണം, ജോലിയൊന്നും ഇല്ല. എന്തോ ചെയ്യാ, മരിച്ചു പോകുന്ന ലക്ഷണമാ ഇരിക്കുന്നു. അപ്പൊ ഏലിയ പറയുകയാണ്, ഭയപ്പെടണ്ട, ചെന്ന് നീ പറഞ്ഞ പോലെ തന്നെ ചെയ്തു, ഒന്നും പേടിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ഇത് 2 കൂടെ ഒന്ന് ടാലി ചെയ്ത് നിങ്ങൾ നോക്കണം. ഈ 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തില് ഈ 13-ാം വാക്യത്തിൽ പറഞ്ഞേക്കുന്ന വിധവയും 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൽ പറഞ്ഞേക്കുന്ന വിധവയും, ആ വിധവ ഉണ്ടെന്ന് പറഞ്ഞ വിധവയോട് ചുറ്റുപാടുള്ള മുഴുവൻ പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു. നിറഞ്ഞു മാറ്റുക, നിറഞ്ഞു മാറ്റുക. എല്ലാ പാത്രവും നിറയുക, വരുന്ന പാത്രങ്ങൾ മുഴുവൻ നിറയുക. തോമസ് കുട്ടിയുടെ പാത്രം, മറിയക്കുട്ടിയുടെ പാത്രം, ലില്ലിക്കുട്ടിയുടെ പാത്രം, ചെറിയാച്ചാന്റെ പാത്രം എല്ലാം അങ്ങ് നിറയുകയാണ്. വരുന്ന പാത്രം മുഴുവൻ നിറഞ്ഞു. സ്ഥലമില്ലേ, മതിയേ എന്ന് പറഞ്ഞപ്പം നിന്നു. ഇവിടെ ഒരു വിധവ കിടന്ന് ഇല്ലെന്ന് പറഞ്ഞോണ്ടല്ലോ ഇവിടെ ദൈവം ഫൈൻ അടിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ഇനി മഴ പെയ്യുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയില്ലെന്നേ പറഞ്ഞുള്ളൂ. നിറയുമെന്ന് പറഞ്ഞിട്ടില്ല. മാവ് നിറയുമെന്നല്ല പറഞ്ഞത്, പാത്രം നിറയുമെന്ന് പറഞ്ഞിട്ടില്ല. എണ്ണ കുറഞ്ഞു പോകത്തില്ലെന്നാ പറഞ്ഞെന്ന് പറഞ്ഞാൽ ആ തൊള്ളി അന്നുമുണ്ട്. ഇവിടെ വീട്ടുകാർക്ക് മുഴുവൻ അഹോവൃത്തി കൊടുത്തോളാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ആകെ കൂടെ ഒരു തവി മാവുണ്ട്. അത് ഒരു തവി കോരി ദോശ ഉണ്ടാക്കി കഴിഞ്ഞാലേ ഒരു തവി പിന്നെയും വരുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും അത് കോരി ചുട്ടിട്ട് ഒരു തവി കോരുമ്പോൾ പിന്നെ അടുത്ത ഒരു തവി നിറയും എന്ന് പറഞ്ഞാൽ ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ. മറ്റേ വിധവ നിറഞ്ഞ് കവിഞ്ഞ് കോരി മടുത്തു, നിറഞ്ഞ് കവിഞ്ഞൊഴുകുക. കാരണം അവിടെ വീട്ടിൽ നിറഞ്ഞുണ്ടെന്നാ പറഞ്ഞ ഭരണി, നിറഞ്ഞ ഭരണിയാ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇല്ലില്ലം പറച്ചിൽ അങ്ങ് നിൽക്കണേ. നമ്മൾ ക്രിസ്തുവിൽ സംതൃപ്തരായിക്കേ. ഇത് ഭാര്യയോട് കള്ളം പറയുന്ന ഭർത്താവ്, ഭർത്താവിനോട് കള്ളം പറഞ്ഞ ഭാര്യ. എടി പേച്ചക്കൊന്നും കണ്ടില്ലല്ലോ എടി, അതെവിടാണ് കിട്ടിയിരുന്നു ചോദിക്കാം, ഞാൻ അന്വേഷിക്കാം. അതിനപ്പുറത്താ മക്കൾ, ഇത് രണ്ടും കണ്ടു പഠിക്കുന്ന മക്കള്. ഇവരെയൊക്കെ ഒന്ന് യോജിപ്പിക്കണേ. വല്ല ഈ പാതാളങ്കരനെ ഇട്ട് തൊട്ടി കണച്ചി പോയ തൊട്ടി മാറ്റുന്ന പോലെ ഇതൊക്കെ എറിഞ്ഞു വേണം പിടിക്കാൻ. ഇവരെ പിള്ളേർ പോകുന്ന ഏലിയാന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ ഇന്ന് പകൽക്കാലം ദൈവവൈദ്യരെ നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊന്ന് സംതൃപ്തരാകണം ഉള്ളത് കൊണ്ട്. ഞാൻ എന്റെ അവസ്ഥയിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ എങ്ങനെയായിരിക്കുന്നു അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുത്താൽ അവിടെയാ ദൈവത്തിന്റെ അത്ഭുതം നടക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഫലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല. സ്തോത്രം. അവിടെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി അവിടെ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം.
അതായത് 21 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 18:21 പറഞ്ഞിരിക്കുകയാണ്, ഏലിയാവ് അടുത്ത് ചെന്ന് സർവ്വജനത്തോടും നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പീൻ, അതേ ബാലെങ്കിലോ അവനെ അനുഗമിപ്പീൻ. ദൈവപൈതലേ സ്തോത്രം. ഒരു ശക്തമായ അഭിഷേകത്തിന് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടതായ ഏലിയാവിന് മുമ്പിൽ അതെ ആഹാബ് രാജാവ് മാത്രമല്ല, ആ രാജ്യം മുഴുവൻ പിടിക്കപ്പെട്ടു. അതേ ഹല്ലേലൂയ സ്തോത്രം. അവർ മുഴുവൻ ഒന്നിച്ചുകൂടി അതേ അശേര പ്രതിഷ്ഠകളുടെ ബാൽ വിഗ്രഹങ്ങളുടെയും അതേ പ്രവാചകന്മാരായ 400, 450, 850 കള്ളപ്രവാചകന്മാരെ കർമ്മേലിന്റെ മുമ്പിൽ അവിടെ കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. അതേ ഏകനായി അതേ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്ന ഏലിയാവ്, സ്വർഗീയ രാജകീയ അഭിഷേകം പ്രാപിച്ച ഏലിയാവ് അവിടെ നിന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ പറഞ്ഞു, സ്തോത്രം, സ്വർഗം തുറന്ന് തീ കൊണ്ട് ഉത്തരമുള്ള ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവമാണ് ജീവിക്കുന്ന ദൈവം. ആ ദൈവത്തെ സേവിക്കണമെങ്കിൽ അതേ ഹല്ലേലൂയ നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്ക്. പ്രൈസ് ദി ലോർഡ്. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയത്തില്ല. ബാൽ ദൈവമെങ്കിൽ അവനെ സേവിക്ക്, അല്ല യഹോവയാണെങ്കിൽ അവനെ സേവിക്ക്. അതിന് അടയാളം വെച്ചു. എന്താ അടയാളം? തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം. എന്ത് സംഭവിച്ചെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. അതെ ഹല്ലേലൂയ സ്തോത്രം. 31 വാക്യം താഴോട്ട് അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. ഒരു രാജകീയ അഭിഷേകമുള്ളവന് മനസ്സിലാകുകയുള്ളൂ ഇടിവെവിടെ പറ്റിയ, ഇടിവെവിടാണ്, എവിടാണ് വീഴ്ച, എവിടാണ് പരാജയമെന്ന് കാണണമെങ്കിൽ ഈ അഭിഷേകത്തിനേ പറ്റുള്ളൂ. ദൈവത്തിലെ അഭിഷേകത്തിന് മുമ്പിൽ അവൻ ഇടിഞ്ഞു കിടന്ന യാഗപീഠം നന്നാക്കി. പ്രൈസ് ദി ലോർഡ്. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അതേ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം, ഇസ്രായേലിന്റെ ദൈവം എന്ന് പറഞ്ഞ് അതേ അവന്റെ 12 ഗോത്രങ്ങൾക്കൊത്തവണ്ണം 12 കല്ലെടുത്തു. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ഇതാ ദൈവം ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു, തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. ജനമെല്ലാം കണ്ടു, കവിണ് വീണു. യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു. അവിടെ ഏലിയാവ് ഉടനെ പറയാണ്, ബാലിന്റെ പ്രവാചകന്മാരെ പിടിപ്പീൻ, അവരിൽ ഒരുത്തനും ചാടിപ്പോകരുതെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആ രാജ്യത്ത് മുഴുവനുള്ള അന്യാരാധനയെ ക്യാൻസൽ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ആ ദേശത്തുണ്ടായിരുന്ന ദൈവത്തിന് കോപിപ്പിക്കുന്ന ദൈവപ്രവൃത്തിക്ക് തടസ്സമായിരുന്ന സകല ബന്ധനം ഒഴിയാനിടയായി തീർന്നു ആ ഒറ്റ ശുശ്രൂഷയിൽ. അതാണ് രാജകീയ അഭിഷേകത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. നിലവിലൊരു രാജാവുള്ളപ്പോൾ രാജാവിന്റെ ഓർഡർ ഇല്ലാതെ, അതിന് ഓർഡർ ഇല്ലാതായി ഏലിയാവ് ഓർഡർ പുറപ്പെടുവിച്ചത്. അത് ശ്രദ്ധിക്കണം. അടുത്ത തല കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. രാജാവിന്റെ യമകിങ്കന്മാരുടെ മേലാ വിധി വന്നത്. രാജാവിന് അതേ സ്തുതി പാടുന്ന അവന്റെ ആഭിചാരകന്മാരെ 850 തട്ടിയത്. ഇസബേലിന് ഇഷ്ടപ്പെടത്തില്ല, ആഹാവിന് ഇഷ്ടപ്പെടത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അഭിഷിക്തനായ ദൈവത്തിന്റെ രാജകീയ അഭിഷേകമുള്ളവൻ അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവപൈതലേ സ്തോത്രം. നീ ഒരു കാര്യം മനസ്സിലാക്ക്, കർമ്മേലിന്റെ മുകളിലാണ് നിന്നെ ആക്കിയിരിക്കുന്നത്. ആരാധനയുടെ മധ്യേ, പ്രാർത്ഥനയുടെ മധ്യേ, ഈ വേർപാടിന്റെ വിശുദ്ധിയുടെയും ജീവിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മാർഗത്തിൽ നിന്നെ കൊണ്ടുവന്നിരിക്കുന്ന വെറുതെയല്ല. നീ കർമ്മേലിന്റെ മുകളില. നിനക്ക് മുമ്പിൽ നിൽക്കുന്ന അശേര പ്രതിഷ്ഠകളോ ബാൽ വിഗ്രഹങ്ങളോ ഇസബേലിന്റെ ശക്തിയോ ആഹാബിന്റെ ശക്തിയോ എന്തു തന്നെയായിരുന്നാലും, 400, 450, 850 കള്ളപ്രവാചകന്മാർ മുന്നിൽ നിന്നെന്ന് പറഞ്ഞാലും സത്യ ആരാധന ആഗ്രഹിക്കുന്ന യേശുവിനോട് ചേർന്ന് നിൽക്കുമോ? ഇന്ന് പകൽക്കാലം വിടിവിക്കുന്ന പകൽക്കാലമാണ്. യേശുവിന്റെ നാമത്തിൽ തീയറിഞ്ഞ് ദഹിപ്പിക്കുന്ന ദൈവം, അഗ്നിയായി വെളിപ്പെടുന്നവൻ, പാറയായി വെളിപ്പെടുന്നവൻ, തകർക്കുന്ന പാറയെ പാറ തകർക്കുന്ന ചുറ്റിയായി വെളിപ്പെടുന്നവൻ ഇന്ന് പകൽക്കാലം നിലനിൽക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. രാജകീയ അഭിഷേകം നിന്റെ മേൽ വ്യാപരിക്കട്ടെ. പ്രതികൂലങ്ങളെ തച്ചുടയ്ക്കുന്ന അഭിഷേകം വ്യാപരിക്കട്ടെ. മരിച്ചവനെ ഓർക്കുന്ന അഭിഷേകം വ്യാപരിക്കട്ടെ. ഈ അഭിഷേകത്തിന് ഒരു മരിച്ചവൻ ജീവിക്കും. ഹല്ലേലൂയ. അന്യാരാധനകളെ തച്ചുടയ്ക്കും ഈ അഭിഷേകത്തിന് മുമ്പിൽ. ഈ അഭിഷേകം ഗിദെയോന്റെ മേൽ ഈ രാജകീയ അഭിഷേകം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവന്റെ അപ്പന്റെ അശേര പ്രതിഷ്ഠകളെ വെട്ടി, അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള കാളയെ വെട്ടി യാഗപീഠം ഇടിച്ചു. പുതിയ യാഗപീഠം വ്യവസ്ഥ പ്രകാരം പണിതു. ജഗൽഖനാധികംസന പ്രൗഢവരസുനാധികംബലഭ. ഹാലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവവൈതലേ നിന്നെ ദൈവം വിടുവിക്കാൻ ഒരു രാജാഭിഷേകത്തിലേക്ക് ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. എത്ര പേർ പ്രതിഷ്ഠിക്കും? കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ആരാധിക്കുന്നുണ്ട്, നിന്റെ അഭിഷേകം എന്റെ മേലുണ്ട്. പോരാ കർത്താവേ, എന്നെ ഒരു